ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി, എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എന്റെ പാപം എല്ലാം പോക്കി, എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ യോഗ്യനല്ല യേശുവേ, നിന്നാമം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിന്നാമം പ്രാപിപ്പാൻ. എങ്കിലും നീ
സ്നേഹിച്ചു എങ്കിലും നീ മാനിച്ചു എങ്കിലും നീ സ്നേഹിച്ചു എങ്കിലും നീ മാനിച്ചു ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ ദോഷമായി നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു ഞാൻ ദോഷമായി നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു എങ്കിലും കനിഞ്ഞു നീ എങ്കിലും ക്ഷമിച്ചു നീ എങ്കിലും കനിഞ്ഞു നീ എങ്കിലും ക്ഷമിച്ചു നീ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ 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 ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. Hallelujah, 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 hallelujah. 2021 is truly the year of abundance, and finally I was able to sing properly, and I'm thankful to God. In 2020, I was not able to sing properly in the final months. In December, I was truly sad because I stood here and most of the time I was not able to worship God as truly as I wanted, not 100%. But on the first day of 2021, I was able to sing and I was able to worship, and I'm truly thankful to God. The next song is an amazing song, and I hope everyone would join me in singing this amazing song. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. റഫ യഹോവ എന്നെ സൗഖ്യമാക്കും,
ഷമ്മ യഹോവ എന്നും അവനുണ്ട്. റഫ യഹോവ എന്നെ സൗഖ്യമാക്കൂ. ഷമ്മ യഹോവ എന്നും അവനുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. ശാലേം യഹോവ എന്റെ സമാധാനം. നിസ്സി യഹോവ എന്റെ ജയക്കൊടിയാൻ. ശാലേം യഹോവ എന്റെ സമാധാനം. നിസ്സി യഹോവ എന്റെ ജയക്കൊടിയാൻ. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. റൂഹി യഹോവ എന്റെ നല്ലിടയൻ. ഈരേ യഹോവ എനിക്കായി കരുതുന്നു. റൂഹി യഹോവ എന്റെ നല്ലിടയൻ. ഈരേ യഹോവ എനിക്കായി കരുതുന്നു. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. റഫ യഹോവ എന്നെ സൗഖ്യമാക്കൂ. ഷമ്മ യഹോവ എന്നും അവനുണ്ട്. റഫ യഹോവ എന്നും സൗഖ്യമാക്കൂ. ഷമ്മ യഹോവ എന്നും അവനുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല.
അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. ശാലേം യഹോവ എന്റെ സമാധാനം. നിസ്സി യഹോവ എന്റെ ജയകൊടിയ. ശാലേം യഹോവ എന്റെ സമാധാനം. നിസ്സി യഹോവ എന്റെ ജയകൊടിയ. ഈ ദൈവം എന്റെ ദൈവം എൻ പിതാവല്ലോ എന്നാനന്ദം. ഈ ദൈവം എന്റെ ദൈവം എൻ പിതാവല്ലോ എന്നാനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, എല്ലാം സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, എല്ലാം സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോളിൽ പോലും നിനച്ചതല്ല. ദയ തോന്നി എന്നെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയ തോന്നി എന്നെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. മുട്ടോരും മുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. മുട്ടോരും മുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും
ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ 2021 ആദ്യത്തെ ദിവസം ഹല്ലേലൂയ എത്ര പേർ കർത്താവിനെ ഹൃദയം നിറഞ്ഞ് നന്ദി പറയും. അപ്പാ നീ എന്നെ നിർത്തിയത് ഞാൻ നിന്നതല്ല, നീ എന്നെ നിർത്തിയത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ താങ്ങി നിർത്തിയത് അപ്പന്റെ കരങ്ങൾക്കായിട്ട് സ്തോത്രം. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട് അനേകര് ഹല്ലേലൂയ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടപ്പോൾ, ഈ ദേശം വിട്ട് മാറ്റപ്പെട്ടപ്പോൾ, സ്വർഗീയ പിതാവേ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചതോർത്ത് ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാ. കർത്താവേ, അങ്ങനെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങളുടെ ആരാധന അവിടുന്ന് സ്വീകരിക്കുവാനാകണം. കർത്താവേ, ഞങ്ങളുടെ സ്തോത്രത്തെ അവിടുന്ന് ആമേൻ റിസീവ് ചെയ്യുവാനാകണം. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുക. അപ്പാ കർത്താവേ, ഒരു ഹൃദയത്തിന്റെ അകത്ത് ആമേൻ സ്തോത്രം ഒരു ശുദ്ധീകരണം തന്ന് ആമേൻ സ്തോത്രം ഈ വചന കൂടാരത്തിന്റെ അകത്ത് ഞങ്ങളെ ഇരുത്തുമാറാകണമേ. അപ്പാ ആമേൻ. പ്രാർത്ഥിച്ചോട്ടെ കർത്താവ്, ഈ 2021 ഞങ്ങൾ കടക്കുമ്പോൾ അപ്പാ അങ്ങനെ തിരുരക്തം കൊണ്ട് ആമേൻ അങ്ങനെ തങ്കരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം. ഇന്ന് രാത്രി അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട്, അങ്ങയുടെ നിർമ്മല നിർദോഷ രക്തം കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും അങ്ങയെ കാണുവാൻ സാധ്യമല്ല. കർത്താവ്, ഈ ആലയത്തിന്റെ അകത്തിരിക്കുമ്പോൾ അപ്പാ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് കഴുകുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ആമേൻ അങ്ങയുടെ തങ്കരക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ പോരായ്മകളെ ഇന്ന് രാത്രി അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട്, അങ്ങയുടെ നിർമ്മല നിർദോഷ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ. എല്ലാ ഹൃദയങ്ങളും തുറന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ. അപ്പാ ഇന്ന് രാത്രി ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം. കർത്താവേ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, സ്തുതിക്കുന്നത് നേരുള്ളവർ ഉചിതമത്രേ. സ്തുതിക്കുന്നത് നേരുള്ളവർ ഉചിതമത്രേ. ഇന്ന് രാത്രി ഞങ്ങളെ നന്നായിട്ട് കഴുകണമേ. ഞങ്ങളെ ശുദ്ധിയുള്ളവരാക്കി മാറ്റണമേ. അപ്പാ കർത്താവേ, ഒരല്പ നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ കർത്താവേ നിന്റെ വചനം ഞങ്ങളുടെ മേൽ ആമേൻ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് പാകുവാൻ തുടങ്ങും. അപ്പാ അങ്ങ് നല്ല നിലമാക്കി ആമേൻ നല്ല നിലമാക്കി ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചാട്ട് പൊന്നു തിരുമേനെ. അങ്ങയുടെ തിരുരക്തത്തെ ഞങ്ങളെ നന്നായിട്ട് കഴുകിയാട്ട് കർത്താവേ, ദാവീദ് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ നന്നായിട്ട് കഴുകണം. കർത്താവേ, ഒരു പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. അപ്പ ഒരു നിഷ്കളങ്ക ഹൃദയം ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ. അപ്പ കർത്താവേ, ഞങ്ങളുടെ പോരായ്മകളെ ഞങ്ങൾ മറച്ചു വെക്കാതെ, ഞങ്ങളുടെ ലംഘനങ്ങളെ ഞങ്ങൾ മറച്ചു വെക്കാതെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണം. എത്ര പേർ കർത്താവിനോട് പറയും, ഈ 2021 അമേൻ പഴയ വിഴുപ്പുകെട്ട് എനിക്ക് വേണ്ട. ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ തങ്ക രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം. അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണം. ഇന്ന് രാത്രി യേശുവിന്റെ സാന്നിധ്യം ഇതിന്റെ അകത്ത് എന്റെ ശരീരത്തിലും എന്റെ മനസ്സിലും അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കുമാറാകണമേ. അപ്പാ അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് വാക്ക് പറഞ്ഞവൻ ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. യേശുവേ, നീ നടക്കുമ്പോൾ നിന്റെ തിരുസാന്നിധ്യം തൊട്ട് അനുഭവിപ്പാൻ സ്വർഗം എന്നെ സഹായിക്കണം. എന്റെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് നിന്നെ കാണുവാൻ എന്നെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. കർത്താവേ, ഈ 2021 തുടങ്ങുമ്പോൾ കർത്താവ് എന്നെ പിടിക്കുന്ന അക്കരത്തിന്റെ ചൂട് എനിക്ക് അനുഭവിക്കണം. കർത്താവ്, ഈ വർഷം മുഴുവൻ എന്നെ വിടാതെ പിടിക്കുന്ന ആണി പഴുതാർന്ന കരത്തിന്റെ ചൂട് കർത്താവ് ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു എന്റെ കൂടെ ഉള്ളത് ഞങ്ങൾ അറിയട്ടെ. അപ്പ യേശുവിനോട് പറഞ്ഞാട്ടെ, ഈ 2021 എനിക്ക് ഒറ്റയ്ക്ക് നടക്കണ്ട. അടുത്ത ദിവസം എനിക്ക് ഒറ്റയ്ക്കായിട്ട് വേണ്ട. എന്റെ യേശു എന്റെ കരം പിടിക്കണം. കർത്താവ്, ഇന്നലെകളിൽ ഞാൻ നടന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഒടുവിലെല്ലാം പരാജയമായി തീർന്നു.
ഈ 2021 ഒന്നാമത്തെ ദിവസം എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം ഞാൻ എന്റെ യേശുവിന് തരികയാണ്. ഇനി ഞാനല്ല, വായികളെ തുറന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ, ഇനി ഞാനല്ലേ അപ്പാ, അങ്ങ് തീരുമാനിച്ചാൽ മതി. എന്റെ ജീവിതം അങ്ങ് തീരുമാനിച്ചാൽ മതി. നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടമാകട്ടെ. രാത്രി എല്ലാവരും പറഞ്ഞാട്ടെ, ഇതിന്റെ അകത്തിരിക്കുന്ന എല്ലാവരും പറഞ്ഞാട്ടെ, നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടമാകട്ടെ, നിന്റെ ചിന്ത എന്റെ ചിന്തയാകട്ടെ അപ്പ. എനിക്ക് എന്റേതായിട്ട് ഒന്നും വേണ്ട കർത്താവേ. നിന്റെ ഹൃദയത്തിന്റെ ഭാരം അതെന്റെ ഹൃദയത്തിന്റെ ഭാരമാകട്ടെ. ഇന്ന് രാത്രി അപ്പനോടുള്ള സ്നേഹം കൊണ്ട് കർത്താവേ കുഞ്ഞുങ്ങളുടെ അകമെല്ലാം നിറയട്ടെ. ഇതിന്റെ അകത്തിരിക്കുന്ന ഓരോ പൈതലിന്റെ മേലും അപ്പനോടുള്ള സ്നേഹം നിറഞ്ഞു കവിയട്ടെ. അപ്പ ഇതിന്റെ അകത്തിരിക്കുന്ന ശുശ്രൂഷകന്മാർ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നിറയട്ടെ അപ്പ. കർത്താവേ, ഈ 2020 അവസാനത്തെ ദിവസം വരെയും ഞങ്ങൾ എങ്ങനെയൊക്കെയോ ജീവിച്ചു. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ, സത്യസന്ധതയോടെ പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവേ മുന്നോട്ടുള്ള ഓരോ ദിവസവും നിന്നോട് ചേർന്ന് നടപ്പാൻ സ്വർഗം എന്നെ സഹായിക്കണമേ അപ്പാ. ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും എല്ലാ മക്കളുടെയും കണ്ണുനീരൊപ്പുന്ന ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ അപ്പാ. നിന്റെ കരം കൊണ്ട് ഞങ്ങളുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്നത് കർത്താവ് ഇതിന്റെ അകത്തിരിക്കുന്ന ഓരോ പൈതലും അനുഭവിക്കട്ടെ. അപ്പോഴാ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന വിദൂരങ്ങളിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്. ദൈവമേ, നിന്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. ഇന്ന് രാത്രി നിറഞ്ഞു കവിയുന്ന ഒരു അഭിഷേകം ഇതിന്റെ അകത്ത് റിലീസ് ചെയ്യപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായിരിക്കുന്ന സാന്നിധ്യം ഇതിന്റെ അകത്ത് നിറയട്ടെ അപ്പാ. നീ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങൾ അറിയട്ടെ. ഞങ്ങൾക്ക് തൊട്ടനുഭവിപ്പാൻ സ്വർഗം അത് തുറന്നു തരുന്നതിനായിട്ട് നന്ദി. താങ്ക് യു ഫോർ യുവർ ടാൻജിബിൾ പ്രസൻസ്. എത്ര പേര് കർത്താവിനോട് നന്ദി പറയാം? യേശുവേ, നിന്റെ സാന്നിധ്യത്തിനായിട്ട് നന്ദി. യെരൂശലേമിന്റെ തെരുവീതികളിൽ നടന്നു നീങ്ങിയ നാഥന്റെ തിരുസാന്നിധ്യം ഈ മുറിക്കകത്ത്, ഈ ഹോളിനകത്ത് നിറയുകയാണ്. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞാട്ടെ, എന്നെ തൊടുന്ന, എന്നെ മൂടുന്ന നിന്റെ സാന്നിധ്യത്തിനായിട്ട് നന്ദി അപ്പാ. ഈ മീറ്റിംഗിന്റെ ആദിയോടന്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിക്കുന്നതിനായിട്ട് നന്ദി അപ്പാ. കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ എടുത്തുകൊണ്ട് പോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നദിയിൽ ഞങ്ങളെ എവിടേക്കൊക്കെ ഒഴുക്കിക്കൊണ്ട് പോകുന്ന നിന്റെ തീരുമാനം പോലെ, നിന്റെ ഹിതം പോലെ ഞങ്ങളെ ഒഴുക്കിക്കൊണ്ട് പോകുന്ന വലിയ സ്നേഹത്തിനായിട്ട് നന്ദി അപ്പാ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി അപ്പാ. തുടർന്നുള്ള സമയങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. മഹത്വം അങ്ങേക്ക്. യേശുവിന്റെ നല്ല നാമത്തിൽ, നല്ല പിതാവേ. ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നമ്മുടെ ദൈവം നല്ലവനാണ്. അവൻ ആദിയും അന്ത്യവുമാണ്. അവൻ നിന്റെ കണ്ണുനീരൊപ്പാൻ മതിയായ ദൈവമാണ്. ഇന്ന് രാത്രി അവന്റെ തിരുസാന്നിധ്യം ഇതിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Somebody shout hallelujah. Hallelujah. That's not a shout. Hallelujah. Hallelujah. കർത്താവിന്റെ സ്തോത്രം സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവിന്റെ സ്തോത്രം വലിയ സ്തോത്രത്തോടുകൂടി ഹല്ലേലൂയ. ഈ 2021 നമ്മൾ കടക്കാൻ പോവുക. കർത്താവിന്റെ സ്തോത്രം. ഇതിന്റെ അകത്ത് ആരും മൗനമായിട്ടിരിക്കരുത്. ആമേൻ. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവ് ഈ 2021 കയറിയപ്പോൾ കർത്താവ് ആമേൻ നമുക്ക് നൽകി തന്ന ഒരു വാഗ്ദത്തമാണ് കൃപയുടെ സമൃദ്ധി. ആമേൻ. പറഞ്ഞേ, കൃപയുടെ സമൃദ്ധി. ഹല്ലേലൂയ. കൃപയുടെ സമൃദ്ധി വർദ്ധിക്കുമ്പോൾ ആമേൻ സ്തോത്രം, അതിനകത്ത് വർദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ
അവൻ സ്വത്ര കൃപാവരങ്ങൾ അതിനകത്ത് വർദ്ധിപ്പാനിടയാണ്. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ വർഷത്തിന്റെ പ്രാരംഭത്തിൽ അവൻ സ്വത്രം ചിലത് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമത്തിനകത്തും ഹല്ലേലൂയ ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കുമായിരുന്നു. ആമേൻ. ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ അവൻ കണ്ണുനീരോടെ ദൈവദാസന്മാരും ദി ഹീറോസ് ഓഫ് ദ ബൈബിൾ അവരെല്ലാവരും പ്രാർത്ഥിച്ചു. വലിയ പ്രയാസം വന്നപ്പോൾ അവർ കണ്ണുനീരോടെ കരയുകയും ഒക്കെ ചെയ്തു. മോശയെ പോലെ അവൻ സ്തോത്രം ഹല്ലേലൂയ ഒരു തലമുറയെ നയിച്ചു കൊണ്ടുപോയ മനുഷ്യൻ ദൈവ തിരുസന്നിധിയിൽ ജനത്തിന് വേണ്ടി കേണു. ഹല്ലേലൂയ. പിന്നെ കടന്നു വന്നത് യോശുവയാണ്. യോശുവയും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പിന്നെയും അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി പ്രിയപ്പെട്ടവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. നമുക്കറിയാം ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇയ്യോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. മുന്നോട്ട് എത്രയോ പേർ ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നു. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥനകൾക്കൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് അറിയാമോ ആ വ്യത്യാസം? അതൊരു സാധാരണ പ്രാർത്ഥനയല്ല, ജഡത്തിന്റെ പ്രാർത്ഥനയല്ല, പിന്നെയോ അത് ആത്മാവിന്റെ ശക്തിയോടെയുള്ള പ്രാർത്ഥനയാണ്. കർത്താവിന്റെ സ്തോത്രം പറഞ്ഞേ, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയോടെയുള്ള പ്രാർത്ഥന. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഹല്ലേലൂയ ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് വ്യത്യാസങ്ങൾ വരുത്തുന്നത് നിശ്ചയമായും പ്രാർത്ഥനയാണ്. നമുക്ക് എല്ലാവരും അറിയാം, പ്രാർത്ഥന ആമേൻ സ്തോത്രം വലിയ പർവ്വതങ്ങളെ നീക്കിക്കളയും. ആമേൻ. The mountains will be moved. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥന, സാധാരണ ഒരു പ്രാർത്ഥന ആമേൻ സ്തോത്രം ഹല്ലേലൂയ പർവ്വതങ്ങളെ നീക്കുവാൻ ശക്തിയുള്ളതായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, പരിശുദ്ധ ആത്മാവിലെ നിറക്കങ്ങൾ പോലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ പുതിയ നിയമ ഭക്തന് ആമേൻ സ്തോത്രം അവന്റെ മുന്നിലെ പർവ്വതങ്ങളെ നീക്കിക്കളയുവാൻ മതിയായതാണ്. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം പുതിയ നിയമത്തിലേക്ക് വരുമ്പോ നിന്റെ പ്രാർത്ഥന, നിന്റെ വാക്കുകളെക്കാളും ആമേൻ സ്തോത്രം നിന്റെ ഞരക്കങ്ങൾ പോലും, ഉച്ചരിച്ചു കൂടാത്ത നിന്റെ ഞരക്കങ്ങൾ പോലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ വലിയ പ്രാർത്ഥനയായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാനിടയായി. കർത്താവിന്റെ സ്തോത്രം. കാരണം എന്താണെന്ന് അറിയാമോ? കാരണം എന്താണെന്ന് അറിയാമോ? പുതിയ നിയമത്തിലെ പ്രാർത്ഥന ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയല്ല. ആമേൻ സ്തോത്രം പുതിയ നിയമത്തിലെ പ്രാർത്ഥനയുടെ ചുക്കാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പിടിക്കേണ്ടത് പരിശുദ്ധ ആത്മാവാ. നീ എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീ ആയിരിക്കരുത്. നീ എന്ത് പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രിയ ദൈവ പൈതലെ നീ ആയിരിക്കരുത്. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. നീ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് നീ തീരുമാനിക്കരുത്. നിന്റെ പ്രാർത്ഥനയുടെ നിയന്ത്രണം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഏറ്റെടുക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ തിരുവചനം. കർത്താവിന് സ്തോത്രം. വേഗത്തിൽ. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമുക്ക് വേണ്ടി വലിയത് ചെയ്യാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. വായിച്ചാട്ടെ. റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാമോ? കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, എല്ലാവരും പറഞ്ഞേ, എല്ലാവരും പറഞ്ഞില്ല, ഞാൻ കേട്ടില്ല, എല്ലാവരുടെ ശബ്ദം കേട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ചേർന്ന് പറഞ്ഞു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, എല്ലാവരും പറഞ്ഞില്ല, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ചേർന്ന് ആമേൻ പറഞ്ഞേ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഏതാനും ചില കാര്യങ്ങളെന്നല്ല, പിന്നെയോ സകലവും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ചുരുക്കം ചില കാര്യങ്ങളെന്നല്ല, ആമേൻ സ്തോത്രം വല്ലവും ചില കാര്യങ്ങളെന്നല്ല, ആമേൻ സ്തോത്രം ഏതാണ്ടൊക്കെ എന്നല്ല, പിന്നെയോ സകലതും. ചേർന്ന് പറഞ്ഞ സകലതും.
ഇന്ന് രാത്രി നിന്റെ വിഷയം എന്തായിരുന്നാലും ഈ സകലത്തിന്റെ അകത്ത് വരും. എല്ലാവർക്കും മനസ്സിലായിട്ടില്ല? ആമേൻ സ്തോത്രം. നീ പ്രാർത്ഥിച്ച വിഷയം ഈ സകലത്തിന്റെയും അകത്ത് വരുമോ ഇല്ലയോ? കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ സകലതും ദൈവം നന്മയ്ക്കായിട്ട് കൂട്ടി വ്യാപരിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഒറ്റ ചോദ്യമേ ഉള്ളൂ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹിക്കുന്നവരുണ്ടോ ഇതിന്റെ അകത്ത്? സ്നേഹം പകർത്തു കൊടുക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്. അവൻ സ്തോത്രം. കുറച്ച് സ്നേഹം അച്ചായന്, കുറച്ച് സ്നേഹം അമ്മാമയ്ക്ക്, കുറച്ച് സ്നേഹം കുഞ്ഞിന്, മൂത്ത കൊച്ചിനും, കുറച്ച് സ്നേഹം അവൻ ഇളയതിനും, അവൻ സ്തോത്രം ഏറ്റവും ഇളയ കുഞ്ഞിന് അവൻ സ്തോത്രം കുറച്ച് കൂടുതൽ സ്നേഹം. അങ്ങനെയല്ല. അവൻ സ്തോത്രം നിന്റെ മുഴുവൻ സ്നേഹവും ഈ 2021 എന്റെ അപ്പന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ കുറച്ചൊന്നും കൊടുക്കരുത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ആമേൻ സ്തോത്രം അനുഗ്രഹിക്കുന്ന ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഇവിടെ പരിശുദ്ധ ആത്മാവ് അയക്കാൻ പോവുകയാണ്. നിന്റെ വിഷയത്തിന്റെ മേൽ മുഴുവൻ വിടുതൽ അയക്കുന്ന ആമേൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് പകരപ്പെടാൻ പോവുകയാണ്. പ്രാരംഭമായിട്ട് എനിക്ക് ചിലത് അറിയണം. എന്താണെന്ന് അറിയാമോ? നീ ദൈവത്തിന് നിന്റെ മുഴുവൻ ഹൃദയവും കൊടുക്കുവാൻ തയ്യാറുണ്ടോ? തയ്യാറുള്ളവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. അവൻ എല്ലാവരുടെയും കരങ്ങൾ കണ്ടില്ല. കർത്താവിന് സ്തോത്രം. എല്ലാവരും അത് പറഞ്ഞില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞ ഞാൻ എന്റെ ഹൃദയം കർത്താവിന് കൊടുക്കുകയാണ്. 2021 ഒന്നാമത്തെ ദിവസം വരെ എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തു, എന്നിട്ട് ഒന്നും നടന്നില്ല. ഇന്ന് രാത്രി കർത്താവ് നിന്നോട് ചോദിക്കുകയാ. ആമേൻ സ്തോത്രം. ഇസഹാക്കിന് നീ 90% കൊടുത്തില്ലേ അബ്രഹാമേ? ആമേൻ സ്തോത്രം. ആ ഇസഹാക്കിനെ എനിക്ക് തരാമോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി പറഞ്ഞ് എന്റെ ഈഗോയെക്കാളും ആമേൻ 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 അച്ചായനോടുള്ള ദേഷ്യത്തെക്കാളും ആമേൻ സ്തോത്രം കുറച്ച് പിണക്കമൊക്കെ ഉണ്ട്. എന്നെ ആരും സഹായിക്കുന്നില്ല. ആമേൻ സ്തോത്രം. ഇന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് ആമേൻ സ്തോത്രം മമ്മ പറയുകയാണ്, എന്നെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം അങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ട് കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മുഴുവൻ കൊടുത്തു. നിന്റെ വിഷയമെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നിന്റെ ഹൃദയം മുഴുവൻ അങ്ങ് കർത്താവിന് കൊടുത്താട്ടെ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ചില ഹൃദയങ്ങളെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില ഇസഹാക്കുമാരെ ആമേൻ ഇന്ന് രാത്രി കർത്താവിന് കൊടുക്കാൻ തയ്യാറുണ്ടേൽ ആമേൻ സ്തോത്രം ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആമേൻ സ്തോത്രം. Will you give the best? കർത്താവിന് സ്തോത്രം. Give him the best. പറഞ്ഞേ, I will give him the best. ഞാൻ അവന് അവൻ നല്ലത് കൊടുക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ആമേൻ സ്തോത്രം. അനുഗ്രഹം പ്രാപിക്കും വരെ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അനുഗ്രഹം പ്രാപിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ. കർത്താവിന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആശ്രയ സമയമില്ല. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. എനിക്ക് ഞങ്ങളുടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രിയമുള്ളവരെ ആമേൻ സ്തോത്രം പാർട്ടിയൊക്കെ കാണും. എപ്പോഴാണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം നിന്റെ കയ്യിൽ കുറച്ച് ആമേൻ സ്തോത്രം ആമേൻ പുളൂസൊക്കെ ഉള്ളപ്പോ എല്ലാവരും ഒക്കെ കാണും. നിന്നെ ആർക്കും വേണ്ടാതെ തള്ളിക്കളയുമ്പോ ആമേൻ സ്തോത്രം കൂടെ നിൽക്കാൻ ഒരാളെ കാണത്തുള്ളൂ. അവന്റെ പേരാ നസ്രയനായിരിക്കുന്നു യേശു കർത്താവ്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആമേൻ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ മാർത്തായെ കുറിച്ച് വിളിച്ചു പറഞ്ഞതാ. അവൻ സ്തോത്രം മരിച്ചവന്റെ പൊന്നു സഹോദരി അവൻ സ്തോത്രം കുഞ്ഞരിച്ചം മരിച്ചപ്പോ വന്ന് പറയുകയാ, അവൻ കർത്താവേ ഇത് 4-ാം ദിവസമാണ്, നാറ്റം വെക്കും, തുറക്കണ്ട. അവൻ സ്തോത്രം എന്റെ യേശു അത് കേട്ടിട്ട് തിരിച്ചു പോകത്തില്ല. അവൻ സ്തോത്രം നിന്റെ ഒറ്റവർക്ക് വേണ്ടാത്തതിനെ അവൻ സ്തോത്രം എന്റെ യേശുവിന് വേണം. കർത്താവിന് സ്തോത്രം നിന്നെ ആർക്കും വേണ്ടേലും വേണ്ടിയ ഒരു കർത്താവ് ഉണ്ടെന്ന് ഇന്ന് രാത്രികാലം അവൻ സ്തോത്രം നീ തിരിച്ചറിയണം. കർത്താവിന് സ്തോത്രം ഇന്ന് രാത്രി നീ മുഴു ഹൃദയവും കർത്താവിന് കൊടുക്കുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ ആമേൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായിട്ട് കൂട്ടി വ്യാപരിപ്പിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എബ്രഹാം ആമേൻ സ്തോത്രം അത് കേട്ട് പതറിപ്പോയില്ല. എബ്രഹാമിന് ഒരു ചിന്തയുണ്ടായിരുന്നു, കർത്താവേ ആമേൻ സ്തോത്രം നീ ഇത് ശരിക്കും പറഞ്ഞതാണോ? എന്റെ ഈ മോനെ തന്നെയാണോ ചോദിച്ചേ? ആമേൻ സ്തോത്രം. നമ്മൾ അങ്ങനെ പറയാറില്ലേ? ആമേൻ സ്തോത്രം. നമുക്ക് ഒരു പ്രവാചകനോട് കൂടി വിളിച്ച് ചോദിക്കാം അല്ലേ? കർത്താവിന് സ്തോത്രം. വേറെ വല്ലതുമാണ് കേൾക്കുന്നത്, നമുക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ
ഒരു പ്രാവശ്യം ആരെങ്കിലും പറഞ്ഞു തീരണ്ട, അതിനു മുമ്പ് അങ്ങ് കയറി പിടിക്കും. നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിലോ നമ്മുടെ ലോകത്തിലുള്ള സകല ഡയറക്ടറെയും നോക്കിയിട്ട് എല്ലാ പ്രവാചകന്മാരെയും വിളിച്ചിട്ട് എന്നിട്ടും മതിയാകാതെ നിനക്ക് തോന്നിയതുപോലെ ചെയ്യും, അല്ലേ? കർത്താവിന് സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന എല്ലാം മിടുക്കന്മാരാ. കർത്താവ്, ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ, സ്തോത്രം. അബ്രാഹത്തിനും ഏതാണ്ട് അതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ടാകും. പക്ഷെ എബ്രാഹിം ഒരു കാര്യം തീരുമാനിച്ചു. എന്താണെന്നറിയാമോ? അവൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവവും ഇസഹാക്കുമായിട്ട്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, തൂക്കി നോക്കിയ എനിക്ക് ഇസഹാക്കിനേക്കാളും വലുത് എൻ്റെ യേശുവാ, എൻ്റെ ദൈവമാ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവ തിരുസന്നിധിയിലേക്ക് നിന്റെ ഹൃദയത്തെ മുഴുവനായിട്ട് നീ കൊടുക്കാൻ പോകുമ്പോൾ, കൊടുക്കാൻ തുടങ്ങുമ്പോൾ, പ്രിയ സഹോദരി, ഇന്ന് ഈ നിമിഷം വരെയും നീ ഒന്നും കണ്ടില്ലെങ്കിലും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, യാഗപീഠത്തിന്റെ മുകളിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ പ്രയാസമുള്ള, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നിന്നെ വിഷമിക്കുന്ന ആ വിഷയം, ആമേൻ, സ്തോത്രം, അതിന്റെ അവസാനത്തിൽ വന്ന് കാത്തിയെടുക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഒരു ശബ്ദം നീ കേൾക്കും. കർത്താവിന് സ്തോത്രം. ഇതിനകത്തുണ്ടോ? കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രിയിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ചിലതിന്റെ അടഞ്ഞ, ആമേൻ, സ്തോത്രം, അധ്യായങ്ങൾക്ക് വേണ്ടി, ആമേൻ, സ്തോത്രം, പ്രവർത്തിക്കാൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നീ തീർന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആമേൻ, സ്തോത്രം, നിന്റെ കൂട്ടുകാർ തീർന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് നീ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ട്, ആമേൻ, സ്തോത്രം, കണ്ണ് മടച്ച് ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത്, ആമേൻ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം തുടങ്ങാൻ പോവുക. ഈ 2020 ആദ്യത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണെന്ന് ഉറപ്പും ധൈര്യവും ഉള്ളവർ കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞിട്ട്, അതെ, 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 ഇത് തുടക്കമാ, ഇത് തുടക്കമാ. ഹല്ലേലൂയ. അടച്ചാണി വെച്ച്, ആമേൻ, സ്തോത്രം, നിന്റെ ശവക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞ് ഒരു സമൂഹത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുക, എനിക്ക് വേണം നിന്നെ. ആമേൻ, ഹല്ലേലൂയ. എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, നിന്റെ മുഴുവൻ ഹൃദയവും. ആമേൻ, കർത്താവിന് സ്തോത്രം. നമുക്കൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? കർത്താവിന് കൊടുക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, എളുപ്പം മനസ്സിലാകാൻ വേണ്ടി നമ്മൾ പേഴ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ലാസ്റ്റത്തെ നോട്ട് നോക്കുക. ആമേൻ, കർത്താവിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ ഹൃദയം, ആമേൻ, സ്തോത്രം, അതിന്റെ പൂർണ്ണതയോടെ കൊടുക്കുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അവനൊരു സെക്കൻഡ് ബെസ്റ്റിന്റെ ആവശ്യമില്ല. ഈ 2021 നമ്മൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. പറഞ്ഞേ, ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. ഈ 2021 ഞാൻ എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് എൻ്റെ അപ്പച്ചനെ സ്നേഹിക്കുമെന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? അവർക്ക് വേണ്ടി ഞാനല്ല ഉത്തരം പറയുന്നേ, സ്വർഗമാ ഉത്തരം പറയുന്നേ. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്ന, ആമേൻ, സ്തോത്രം, എൻ്റെ പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ഞാൻ സകലതും, നിർണയപ്രകാരം ഇതിന്റെ അകത്ത് വിളിക്കപ്പെട്ട നിന്നെ നോക്കി പറയുക, നിനക്ക് വേണ്ടി ചില കാര്യങ്ങളല്ല, നിനക്ക് വേണ്ടി സകലതും. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഈ ജോസ് പാസ്റ്ററിന്റെ മോൻ എൻ്റെ വലിയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കുഞ്ഞനുജന. കർത്താവിന് സ്തോത്രം. ഞാൻ അവനെ വിളിച്ചോട്ട് ഇങ്ങനെ നടക്കും. കർത്താവിന് സ്തോത്രം. ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ ടീച്ചബിൾ ക്യാരക്ടർ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെ പകർന്നു കൊടുക്കാൻ വലിയ സന്തോഷമാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ. അവനിങ്ങനെ നടക്കുമ്പോൾ, അവന്റെ +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ അവനോട് ചോദിച്ചു, എന്താ പരിപാടി? ആമേൻ, സ്തോത്രം. അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ സൈക്കോളജി പഠിക്കാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, ആട്ടെ, നല്ല കാര്യം. കർത്താവിന് സ്തോത്രം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താ ഈ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ? അപ്പൊ അവൻ പറയാ, അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഇവിടെ ആരും പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ നീ എന്തുകൊണ്ട് ഇങ്ങനെ തീരുമാനിച്ചു? അത് ഞാൻ അങ്ങ് തീരുമാനിച്ച പാസ്റ്ററെ, ഒന്നും അറിയാതെ പാവം, ആമേൻ, സ്തോത്രം, ദൈവത്തെ സേവിക്കാൻ വേണ്ടി ഇല്ലാത്തൊരു ബ്രാഞ്ച് പഠിക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു. കർത്താവിന് സ്തോത്രം. പഠിക്കാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. പിന്നെ ആമേൻ, സ്തോത്ര, കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോൾ, ആമേൻ, എൻട്രൻസും കഴിഞ്ഞു, കാര്യവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന്, ആമേൻ, സ്തോത്രം, ചെക്കൻ പഠിക്കുന്നത് MBBS. എന്തുകൊണ്ടാണെന്നറിയാമോ? ആമേൻ, സ്തോത്രം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ആമേൻ, സ്തോത്രം, ഒരു എൻട്രൻസിന്റെയും ആവശ്യമില്ലെന്ന്.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ തീരുമാനമൊന്നും ആമേൻ സ്തോത്രം ഒരാവശ്യവുമില്ലെന്ന്. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. നീ സൈക്കോളജി അല്ല ഇനി ഏത് മാക്രോ മെക്കാനിക്സ് പഠിച്ചാൽ ആമേൻ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ഇല്ലാത്തതാണേലും എൻ്റെ അപ്പൻ നിന്നെ കൊണ്ട് നടക്കും. ആമേൻ സ്തോത്രം അഡ്മിഷൻ മേടിച്ച് അവൻ്റെ കയ്യിൽ കൊടുക്കും, അവനെ പഠിപ്പിക്കും. ആമേൻ സ്തോത്രം സ്വർഗത്തിന്റെ അജണ്ടയിൽ ദൈവത്തിന്റെ വചനത്തിനകത്ത് അത് എഴുതി വച്ചിരിക്കുകയാ. ചേർന്നൊരു സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പറഞ്ഞ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഈ 2021 ആമേൻ സ്തോത്രം ഇന്ന് ആമേൻ സ്തോത്രം ഈ വർഷം കേൾക്കുന്ന ഒരു മെസ്സേജ് ഓർത്തില്ലേലും ഈ ഒരു മെസ്സേജ് മറക്കരുത്. കർത്താവിന് സ്തോത്രം. ഇസഹാക്കിനെ കൊണ്ട് നടന്ന കർത്താവ് ഇസഹാക്കിനെ ചോദിക്കും, വേണ്ടിയിട്ടല്ല. കർത്താവിന് സ്തോത്രം നിന്റെ മുഴുവൻ ഹൃദയവും മുഴുവൻ സ്നേഹവും അവന് വേണം, അതുകൊണ്ടാണ്. കർത്താവിന് സ്തോത്രം നിന്റെ ഇസഹാക്കിനെ നീ സ്നേഹിക്കുന്നതിനേക്കാളും അവൻ സ്നേഹിക്കും. ആമേൻ സ്തോത്രം. ഞാനിപ്പോ പറഞ്ഞില്ലേ, റോസ് പാസ്റ്ററിനും ആമേൻ റോസ് ചേച്ചിക്കും അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. എന്റെ അപ്പനാ തീരുമാനിച്ചു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ആമേൻ അല്ലേ ജോസ് പാസ്റ്ററെ? കർത്താവിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ അജണ്ടയിലുള്ള പറഞ്ഞ് ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ഇന്ന് രാത്രി നീ കർത്താവിനെ സ്നേഹിച്ച ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്റെ സകലതും ആമേൻ സ്തോത്രം അവൻ നിനക്ക് നന്മയ്ക്കായിട്ട് കൂട്ടി വരുത്തും. അവൻ നീ പഠിച്ചിട്ടില്ലെന്നോ കർത്താവ് നിന്നെ മാനിക്കും. അവൻ സ്തോത്രം നിനക്ക് കുടുംബഭാഗ്യം ഇല്ലെന്നോ കർത്താവ് നിന്നെ പിന്നെയും മാനിക്കും. അവൻ സ്തോത്രം എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നോ ദൈവം നിന്നെ സഹായിക്കും. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുക, സകലതും ചേർന്ന് പറഞ്ഞ സകലതും ആമേൻ ഹല്ലേലൂയ സകലതും നന്മയ്ക്കായിട്ട് കൂട്ടി വ്യാപരിക്കും. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യത്തിൽ പറയുകയാ കർത്താവിന് സ്തോത്രം 8:29 തിരുവചനം. അവൻ മുന്നറിഞ്ഞവരെ വായിച്ചോ. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് ആമേൻ സ്തോത്രം അവന്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ നിയമിച്ചിരിക്കുന്നു. കർത്താവിൻ സ്തോത്രം. ചേർന്ന് പറഞ്ഞേ അവന്റെ സ്വരൂപത്തോട്. ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ വിഷമം കൊണ്ടായിരിക്കും ആമേൻ സ്തോത്രം ആരെങ്കിലുമൊക്കെ വിളിച്ചപ്പോൾ ഇതിനകത്ത് വന്നേ. കർത്താവിൻ സ്തോത്രം. അങ്ങനെയൊന്നും അല്ല കാര്യം. നിനക്ക് കഥയറിയാത്തതുകൊണ്ടാ ദൈവം നിന്നെ വിളിച്ചതാ. എന്തിനാണെന്നറിയാമോ? നിന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഓരോ ദിവസവും ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ ഷേപ്പ് എൻ്റെ അപ്പച്ചൻ നോക്കും. കണ്ണാടിയിലല്ല. ആമേൻ സ്തോത്രം എൻ്റെ യേശുവിൻ്റെ മുഖത്ത്. അവന്റെ പുത്രനുമായിട്ട് നിന്റെ മുഖം ഒത്തോ? അവന്റെ രൂപവുമായിട്ട് നിന്റെ രൂപം ഒത്തോ? കർത്താവിന് സ്തോത്രം. നിന്നെ നന്നാക്കാനായി ഇതിന്റെ അകത്ത് കൊണ്ടുവന്നേ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക ആമേൻ സ്തോത്രം അവന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഈ 2021 പ്രിയമുള്ളവരെ വലിയ മെസ്സേജ് ഒന്നും നമുക്ക് ആവശ്യമില്ല. കർത്താവിന് സ്തോത്രം. എന്നെ ഒന്ന് നന്നാക്കണമെന്ന്, എന്നെ ഒന്ന് രൂപപ്പെടുത്തണമേ, ഷേപ്പ് ചെയ്യണമേന്ന് എത്ര പേര് കർത്താവിനോട് പറയും? കർത്താവിന് സ്തോത്രം. നമുക്ക് ജോലി കിട്ടണം, നമ്മുടെ അസുഖം മാറണം, നമുക്ക് സൗഖ്യമാകണം, നമുക്കൊരു ബ്രേക്ക് ത്രൂ വേണം, ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നിശ്ചയമായും വേണം. എനിക്കത് ആദ്യം വേണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം നമുക്ക് വേണം. കർത്താവിന് സ്തോത്രം. ദൈവം പറയുകയാ നിന്നെ ഒന്ന് ഏൽപ്പിച്ച് തരാമോ? ഞാൻ സകലതും എൻ്റെ ഈ പോട്ടേഴ്സ് വീൽ. കർത്താവിന് സ്തോത്രം. ഈ കുശവന്റെ കയ്യിലുള്ള ഒരു വീലുണ്ട്. അതിന്റെ മേളിലേക്ക് ഒന്ന് വെച്ച് തരാമോ? സകലതും ഞാൻ ചെയ്തോളാം. സകലതും. നമുക്ക് സമയമില്ലല്ലോ. കർത്താവിന് സ്തോത്രം. നമുക്ക് ആ കാര്യം മാത്രം മതി. ഏത് കാര്യം? അത് നിങ്ങൾക്ക് അറിയാം. കർത്താവിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കർത്താവിന് നമുക്ക് ആ കാര്യം മാത്രം മതി. കർത്താവിന് ഇതൊന്നും അല്ല എൻ്റെ വിഷയം. എൻ്റെ പൊന്ന് സഹോദര, എൻ്റെ പൊന്നു കൂടപ്പിറപ്പേ, കർത്താവിന് സ്തോത്രം. കർത്താവിന് ആവശ്യം നിന്നെയാ. കർത്താവിന് സ്തോത്രം. അവൻ എല്ലാ ദിവസവും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ആമേൻ സ്തോത്രം. പുതിയ നിയമത്തിലെ പ്രാർത്ഥനയ്ക്കകത്ത് ആമേൻ സ്തോത്രം ചലിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാ. ഓരോ നിമിഷവും ഹല്ലേലൂയ നിന്നെ രൂപപ്പെടുത്തുന്ന അത്യുന്നതന്റെ ശക്തി ആമേൻ സ്തോത്രം നിന്റെ മേൽ നിഴലിട്ടുകൊണ്ടിരിക്കുക. നമുക്ക് വായിക്കാം. കർത്താവിന് സ്തോത്രം.
ഹല്ലേലൂയ. അതിന്റെ 26 വാക്യം, 25, 26 വാക്യങ്ങൾ. കർത്താവിന് സ്തോത്രം. ഒരുത്തൻ കാണുന്നതിനായി ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. പറഞ്ഞേ, ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഇത്രയും നേരം കേട്ടപ്പോ കർത്താവിന് സ്തോത്രം നമ്മളൊക്കെ ചിന്തിക്കുക, ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് അല്ലേ? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ സ്തോത്രം യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ചത് എന്താണെന്നറിയാമോ? അവൻ സ്തോത്രം ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? അവൻ സ്തോത്രം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. പറഞ്ഞേ, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. ഈ 2021 ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, നിന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നീ നന്നായിട്ടൊന്ന് അറിഞ്ഞാൽ, കർത്താവ് നിന്നെ കുറിച്ച് വെച്ചിരിക്കുന്ന സകല പദ്ധതിയും അതിന്റെ പൂർണ്ണതയിൽ നിവർത്തിയാകുവാനിടയാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ബലഹീനതയ്ക്ക് ആമേൻ സ്തോത്രം ആത്മാവ് തുണ നിൽക്കുന്നു. പറഞ്ഞേ, എന്റെ ബലഹീനതയ്ക്ക് ആത്മാവ് തുണ നിൽക്കുന്നു. ഇന്നലെ രാത്രി എനിക്ക് ഒത്തിരി നേരം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആമേൻ സ്തോത്രം, ഒത്തിരി ആമേൻ സ്തോത്രം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിക്കാം, വചനം വായിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം നമ്മുടെ ഒരു സഹോദരി ആമേൻ സ്തോത്രം സഭയിൽ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ റെസ്റ്റ് എടുക്കണം. ആമേൻ സ്തോത്രം ഇത്തിരി ചൂട് പാലൊക്കെ കുടിച്ച് ആമേൻ സ്തോത്രം സുഖമായിട്ട് കിടന്നുറങ്ങണം. ആമേൻ സ്തോത്രം നമുക്ക് ആമേൻ സ്തോത്രം അങ്ങനെ ആരെങ്കിലും പറയാൻ കേട്ടതുപോലെ ആമേൻ സ്തോത്രം ഞാൻ പോയി കിടന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പറയട്ടെ, കർത്താവിന് സ്തോത്രം, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നേ. അല്ലേ? സത്യസന്ധമായിട്ട് അങ്ങനെയല്ലേ? നമുക്ക് ഒത്തിരി നേരം പ്രാർത്ഥിക്കണം, പിന്നെ നമ്മളൊരു സൊല്യൂഷൻ നോക്കിയിരിക്കുക. കർത്താവിന് സ്തോത്രം. എൻ്റെ വിഷമം കണ്ടിട്ടാ കേട്ടോ കർത്താവിന് സ്തോത്രം എന്നോട് പറഞ്ഞു. കർത്താവിൻ്റെ അവൻ സ്തോത്രം ഇന്നലെ 2 മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ അവൻ സ്തോത്രം ആമേൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായത് കൊണ്ട് അങ്ങനെ പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, എന്നാൽ വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ആമേൻ സ്തോത്രം ആമേൻ സ്തോത്രം എന്തെന്ന് നാം അറിയുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. കർത്താവിന് സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ബലഹീന നേരത്തും നിനക്ക് തുണ നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഈ 2021 നമ്മൾ പഠിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഈ 1-ാമത്തെ ദിവസം നമ്മൾ അറിയേണ്ടത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. എന്തിനാണെന്ന് അറിയാമോ? അവൻ സ്തോത്രം ഇന്ന് അവൻ ഇത് വിട്ട് നീ നടക്കാൻ പോകുമ്പോൾ, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിന്റെ കൂടെ ഒരു കരമുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ കരമായിരിക്കും. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം അവൻ സ്തോത്രം നമ്മുടെ കുഞ്ഞു സഹോദരൻ എന്നോട് പറഞ്ഞു, കർത്താവിന്റെ സ്തോത്രം, അച്ചുവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതുകൊണ്ടൊരു കോൺഫിഡൻസ് ഇല്ല. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, അവൻ സ്തോത്രം ബലഹീനതയ്ക്ക്, നിന്റെ ബലഹീനതയ്ക്ക് അവൻ സ്തോത്രം നിന്നെ തള്ളിക്കളയുന്നവനല്ല. അവൻ സ്തോത്രം നിന്നെ സഹായിക്കുവാൻ കഴിവുള്ള ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് രാത്രി അവനെ ഒന്ന് നന്നായിട്ട് അറിയണം. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ അറിയാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതം മാറാൻ തുടങ്ങും. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ ഞാനൊന്ന് അറിഞ്ഞാൽ അവൻ സ്തോത്രം എന്റെ ജീവിതം മാറാൻ തുടങ്ങും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി മുതൽ അവൻ സ്തോത്രം. ഹല്ലേലൂയ. നീ അല്ല നടക്കാൻ പോകുന്നേ. അവൻ സ്തോത്രം നിന്നെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോകാൻ പോവുക. അവൻ സ്തോത്രം നീ അങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കും. അവൻ സ്തോത്രം പരിശുദ്ധാത്മാവ് നിന്നെ എടുത്ത് വേറെ വഴിക്ക് കൊണ്ടുപോകും. കർത്താവിന് സ്തോത്രം. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഇതുപോലൊരു ജീവിതം? ഈ 2021 അവൻ സ്തോത്രം നിന്നെ നടത്താൻ പോകുന്നത് ഒരു മനുഷ്യനല്ല, നിന്റെ ചിന്തയല്ല, നിന്റെ ബുദ്ധിയല്ല, നിന്റെ പ്ലാൻ അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവത്തിന് ചേർന്ന് വായ്കളെ തുറന്ന് സ്തോത്രം ചെയ്തേ ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഹല്ലേലൂയ പാടിയാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ സ്വർഗം മാറ്റി എഴുതാൻ പോവുകയാ. ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കാത്ത സഹോദര, ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കാത്ത സഹോദരി, നിന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനാ ജീവിതം ഇന്ന് രാത്രി സ്വർഗം തിരുത്തി എഴുതാൻ പോവുകയാ. ആമേൻ. ഏൽപ്പിച്ചു കൊടുത്താട്ടെ.
പ്രിയ പരിശുദ്ധയാത്മാവേ, പ്രിയ പരിശുദ്ധയാത്മാവേ, take my lead, take the lead of my prayer life. Oh Rabba Shapa ba 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 she. Hallelujah, hallelujah. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് നിന്നെ എടുക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, രാത്രി നിന്നെ ആറാട്ടി എഴുന്നേൽപ്പിക്കും. കർത്താവ് സ്തോത്രം. എന്തിനാണെന്നറിയാമോ? അവൻ പ്രഷർ കൂടിയിട്ടല്ല, പേടിക്കണ്ട, അത് പ്രാർത്ഥിക്കാനാ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ കുലുക്കി എഴുന്നേൽക്കുമ്പോ, ഓ ഹല്ലേലൂയ, വായ്കളെ തുറന്ന് കർത്താവിന് നന്ദി പറയാൻ തുടങ്ങിയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറാൻ പോവുകയാണ്. ഏറ്റവും പ്രാർത്ഥിക്കാൻ പറ്റാത്ത നിന്നെ ഒരു പ്രാർത്ഥനാ വീരനാക്കി. ആമേൻ, ആമേൻ. ഈ നദി ഒഴുകാൻ തുടങ്ങുമ്പോൾ, ഈ നദി ഒഴുകാൻ തുടങ്ങുമ്പോൾ, ആമേൻ സ്തോത്രം, പിന്നെ നിനക്ക് ഒരു കൺട്രോളിന്റെ ആവശ്യമില്ല. കർത്താവിന്റെ സ്തോത്രം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ. ഈ 2021 ഒന്നാമത്തെ ദിവസം ഞാൻ നിന്നോട് വിളിച്ചു പറയുക, അവൻ ഈ ആണ്ട് കഴിയും മുമ്പേ നീ അന്യ ഭാഷകളിൽ പറഞ്ഞേ, ഞാൻ അന്യ ഭാഷകളിൽ പാട്, ഞാൻ അന്യ ഭാഷകളിൽ ദൈവത്തോട് മർമ്മങ്ങളെ വിളിച്ചു പറയുക, പുതിയ ഭാഷകളിൽ സംസാരിക്കുക. I will interpret the gifts of tongue in the name of Jesus. Hallelujah, hallelujah. അന്യ ഭാഷകൾ സംസാരിക്കുക മാത്രമല്ല, അന്യ ഭാഷകളെ വിവേചിക്കുവാൻ തുടങ്ങുന്ന പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഇതിന്റെ അകത്ത് കൈമാറാൻ പോവുക. ആരാണ്ട് പറയുക, ഞാൻ ഇന്ന് രാത്രി ആദ്യം വന്നതാ, എനിക്ക് കിട്ടുമോ? നിനക്ക് കിട്ടും. അതിനു വേണ്ടിയാ നിന്നെ കൊണ്ടുവന്ന് കരങ്ങളെ അടിച്ച് ഈ നദിക്കകത്ത് ആരിറങ്ങ്, ഈ നദിക്കകത്ത് ആരിറങ്ങ്, അവനെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോവുകയാ. അവൻ കർത്താവിനോട് പറഞ്ഞാട്ടെ, നരയാണിയോളം പോരാ, അവൻ മുട്ടോളം പോരാ, അരയോളം പോരാ, അവൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നീരുറവ ഇന്നു രാത്രി തുറക്കണമേ. കർത്താവിന് സ്തോത്രം. എത്ര പേര് കർത്താവിനോട് പറയും, കർത്താവെ ഒരു നീരുറവ തുറക്കണ, ഒരു നീരുറവ തുറക്കണ. കർത്താവെ, അത് ഇന്ന് രാത്രിത്തേക്ക് വേണ്ടിയല്ല, അടുത്ത ഒരു വർഷം മുഴുവൻ, അടുത്ത വർഷങ്ങളിൽ മുഴുവൻ ആമേൻ സ്തോത്രം അത് ഒഴുകണം. ആമേൻ സ്തോത്രം. ഇതിന്റെ അകത്ത് വന്നപ്പോൾ ഒരു ആമേൻ സ്തോത്രം ദൈവ സാന്നിധ്യം, ആമേൻ സ്തോത്രം. ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഗേറ്റ് കടന്നപ്പോൾ മുതൽ ഭയങ്കര ദൈവ സാന്നിധ്യമാണ്. ആമേൻ സ്തോത്രം. ചിലർ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, ആമേൻ സ്തോത്രം, വിദേശത്തൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തിരിച്ചു വന്നിട്ട് ചോദിക്കുമ്പോൾ, പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താ ഒരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. പ്രിയ ദൈവ പൈതലെ, അങ്ങനെയല്ല, അങ്ങനെയല്ല. നിരന്തരമായിട്ട് 24/7 ആരാണ്ടെന്നെ തൊടുന്നല്ലോ, ആരാണ്ടെന്റെ കൂടെ ഉണ്ടല്ലോ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരു സഹോദരി ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ, കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? ആമേൻ സ്തോത്രം, എൻ്റെ തലയിൽ കൂടി ഇങ്ങനെ എണ്ണ ഒഴുകുകയാണ്. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, 2021 പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കുന്ന വർഷമാ. ആമേൻ. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റിമറിക്കുന്ന നീ പ്രാർത്ഥിക്കൂ, നിന്റെ ഇഷ്ടത്തിനല്ല. നീ പ്രാർത്ഥിക്കും, നിന്റെ ഇഷ്ടത്തിനല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ബലഹീനതയിൽ കാര്യങ്ങളെ ഓടിച്ച് വായ്കളെ തുറന്ന് ഇപ്പോൾ തന്നെ ഒരു അഭിഷേകം നിന്റെ മേൽ നിറയുകയാ. യെസ് 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 യെസ്. കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങുകയാ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. ഒരിക്കലും ഒരു സഹോദരൻ, എൻ്റെ കുഞ്ഞ്, ആമേൻ സ്തോത്രം, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, പാസ്റ്റർ, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ പോരെ? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം, 1 പ്രാവശ്യമാണോ 3 പ്രാവശ്യമാണോ 100 പ്രാവശ്യമാണോ എന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിക്കുക. പരിശുദ്ധാത്മാവ് തീരുമാനിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് തീരുമാനിക്കാൻ പോവുക.
ഒരിക്കൽ ഒരു ഷെയ്ഖ് സായിദ് റോഡിലൂടെ ഞാനൊരു വണ്ടി ഓടിച്ചു പോവുകയാണ്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിൽ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, വണ്ടി തട്ടും സൂക്ഷിക്കുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഒത്തിരി വർഷമായി ഓടിക്കുന്നത്. കർത്താവിന് സ്തോത്രം, പേടിക്കേണ്ട പരിശുദ്ധാത്മാവെ, ഞാൻ ഓടിച്ചോളാം. കർത്താവിന് സ്തോത്രം, എൻ്റെ ഭാഷയാക്കിയിട്ടു. കർത്താവിന് സ്തോത്രം. ആമേൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത്, ആമേൻ സ്തോത്രം, സ്പീഡ് ട്രാക്കിൽ ഇടിച്ച് പൊളിഞ്ഞ് ഞാൻ കിടക്കുകയാണ്. കർത്താവിന് സ്തോത്രം, വണ്ടി ഇടിച്ച് ആമേൻ സ്തോത്രം കിടക്കുകയാണ്. ആമേൻ സ്തോത്രം, വണ്ടി ഇടിച്ച് കിടക്കുമ്പോൾ ആമേൻ സ്തോത്രം, എൻ്റെ ഒരു സഹോദരൻ എന്നെ വിളിക്കുന്നുണ്ട്. അവൻ സ്തോത്ര ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന രവീന്ദ്രൻ എന്ന് പറയുന്ന എൻ്റെ അവൻ സ്തോത്ര കൂട്ടു സഹോദരൻ, അവൻ സ്തോത്രം വിളിച്ചുകൊണ്ടിരിക്കുക. അവൻ സ്തോത്രം, ഞാൻ വിചാരിക്കുക, ദൈവമേ, കൈ പോലും അനക്കാൻ പറ്റാതെ ചത്തതുപോലെ എനിക്ക് ജീവനുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ബോഡിക്കകത്താണോ അതോ ബോഡിക്ക് പുറത്താണോ എന്ന് അറിയാൻ പാടില്ലാണ്ട് ഇരിക്കുമ്പോഴാണ് ഫോൺ അടിക്കുന്നത്. കർത്താവിന് സ്തോത്രം, ഇവന് ഫോൺ വിളിക്കാൻ വേറെ സമയമൊന്നും കണ്ടില്ലേ. കർത്താവിന് സ്തോത്രം, കുറെ കഴിഞ്ഞ് അവൻ സ്തോത്രം, ഹല്ലേലൂയ, പോലീസൊക്കെ വന്നു. ഞാൻ ഇടിച്ച വണ്ടി തവിട് പൊടിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. പോലീസ് വന്നിട്ട് പറഞ്ഞു, നിന്റെ വണ്ടിക്ക് ഒരു പോറൽ പോലും ഇല്ലല്ലോ. കർത്താവിന് സ്തോത്രം, നീ കള്ളം പറയുന്നല്ലേ, അവൻ കള്ളം പറയുന്നതല്ലേ, അവന് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി അവൻ കള്ളത്തരം പറയുന്നതല്ലേ. അവൻ സ്തോത്രം, നിനക്ക് ആർഗ്യുമെന്റ് എടുക്കി എഴുതാ, ഞാൻ അങ്ങനെ കേസായിക്കോളാം. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ അവൻ സ്തോത്രം, മറ്റേ വണ്ടിക്കാരൻ ഡ്രൈവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവൻ വിശ്വസിക്കത്തില്ല, നിങ്ങളുടെ വണ്ടിക്ക് ഒരു പോറൽ പോലും ഇല്ല. കർത്താവിന് സ്തോത്രം. അപ്പോഴും അവൻ സ്തോത്രം, എൻ്റെ സഹോദരൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം, ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം, ഒടുവിൽ പോലീസിനോട് ഞാൻ പറഞ്ഞു, സത്യമായിട്ട് ഞാൻ തന്നെ ഇടിച്ചതാ. കർത്താവിന് സ്തോത്രം, അല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. കർത്താവിന് സ്തോത്രം, അവൻ സ്തോത്രം കാര്യമില്ല എഴുതി അവൻ സ്തോത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും അവൻ സഹോദരൻ വിളിച്ചുകൊണ്ടിരിക്കുക. വിളിച്ചു, ഫോൺ എടുത്തു, എന്താ വേണ്ടിയേ? അവൻ സ്തോത്രം, പേരൊക്കെ വാഴ വെക്കുന്നേ എന്ന് ചോദിക്കുന്നത് പോലെ ഞാൻ അവനോട് ചോദിക്കുക, കർത്താവിന് സ്തോത്രം, എന്തിയെ വേണ്ടിയേ? അവൻ പറഞ്ഞു, മനുഷ്യായി, അവൻ സ്തോത്രം, ഹല്ലേലൂയ, തമിഴ് ബ്രാഹ്മണനാ. മനുഷ്യായി, അവൻ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഇരിക്കുന്ന ബങ്കർ ബെഡിന്റെ മുകളിൽ അവൻ സ്തോത്രം മുഴങ്കാലിൽ നിന്ന് അവൻ സ്തോത്രം ഞാൻ മനുഷ്യായിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ആമേൻ സ്തോത്രം, എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു? എനിക്കറിയത്തില്ല. ഞാൻ അന്യ ഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ചായന്റെ പേര് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ പൊന്നെ, നീ എനിക്ക് വേണ്ടി എൻ്റെ ജീവന് വേണ്ടി നീ സ്വർഗത്തോട് മല്ലയുദ്ധം ചെയ്യുകയാ. ആമേൻ. പോലീസിനെ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. മൈക്രോസ്കോപ്പ് വെച്ചാൽ ഒരു സ്ക്രാച്ച് കാണത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലതിനെ എഴുന്നേൽപ്പിച്ചു നിർത്തി പ്രാർത്ഥിപ്പിക്കുകയാ. ഇന്ന് രാത്രി നീ ജീവനോടെ ഇരിക്കുന്നത് ചിലത് നിനക്ക് വേണ്ടി. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടേ കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. നിന്നെ നിർത്തിയത് ആമേൻ സ്തോത്രം നിന്റെ മിടുക്കല്ല, ആമേൻ സ്തോത്രം നിന്റെ വിദ്യാഭ്യാസമല്ല. പരിശുദ്ധാത്മാവ് ചിലതിനെ എഴുന്നേൽപ്പിച്ച് രാത്രിയിൽ എഴുന്നേൽപ്പിച്ച് ഇടയ്ക്ക് എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ, നിന്റെ ജീവിതം ആമേൻ സ്തോത്രം സ്വർഗത്തിലെ ദൈവം മാറ്റാൻ പോവുക. ദൈവത്തിന്റെ വചനം പറയുകയാണ്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. കർത്താവിന് സത്യം പറയും, എനിക്ക് പോലും അറിയത്തില്ല. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കൊരു നിശ്ചയമില്ലാതിരിക്കുമ്പോൾ എന്തൊക്കെയോ പ്രാർത്ഥിക്കുക. ചിലപ്പോഴൊക്കെ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, എൻ്റെ എല്ലാ പ്രാർത്ഥനയും നീ കേൾക്കരുത്. കാരണം എന്താണെന്നറിയാമോ? അവൻ സ്തോത്രം, എൻ്റെ പൊട്ട പ്രാർത്ഥനയ്ക്ക് ചെറിയ ലിമിറ്റ് ഉണ്ട്. അവൻ സ്തോത്രം, നീ ചെയ്യാൻ പോകുന്നതിന് ഒരു ലിമിറ്റും ഇല്ല എന്ന് അനുഭവത്തിൽ ഞാൻ പഠിച്ചതാ. ആമേൻ, ആമേൻ, ആമേൻ. ഇതിനകത്ത് ആരാണ്ടൊക്കെ വിറ്റ്നസ് ഉണ്ട്, ആരോണ്ടൊക്കെ അനുഭവസ്ഥരുണ്ട്. കർത്താവിന് സ്തോത്രം. നിന്റെ പ്രാർത്ഥന ആമേൻ സ്തോത്രം നിന്റെ കണ്ണിന്റെ ആമേൻ സ്തോത്രം ദൃഷ്ടിയിൽ അവസാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ലെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നേ. എത്ര പേര് ചേർന്ന് സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ. ചേർന്ന് ഒരിക്കൽ കൂടി ഹല്ലേലൂയ. നിന്നെ നടത്തിയ പരിശുദ്ധാത്മാവിന് ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ വചനം പറയുക, പരിശുദ്ധാത്മാവിനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയുടെ ലീഡ് കൊടുക്കണം. ഇന്ന് കർത്താവിനോട് പറയോ, പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനയോടെ ലീഡ് എടുക്കണം. കർത്താവിന് സ്തോത്രം, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല. എത്ര പേര് സമ്മതിക്കും? എത്ര പേര് കർത്താവിനോട് പറയും, അപ്പാ ഇന്ന് രാത്രി ഈ 2021 ഒന്നാമത്തെ ദിവസം എൻ്റെ പ്രാർത്ഥനയുടെ ലീഡ് അവൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഏറ്റെടുക്കണമേ. വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ എടുത്തുകൊണ്ട് പോകണം, എന്നെ എടുത്തുകൊണ്ട് പോകണം. ഒരു നദിക്കകത്ത് എന്നെ ഇറക്കി. ഓ രാമാ ശാന്തി.
ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ആന്റി എന്നോട് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആന്റിയുടെ മോൻ ആമേൻ സ്തോത്രം അങ്ങ് യൂറോപ്പിൽ പഠിക്കുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആന്റി എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വിസയുടെ കാര്യം പറയുന്നത് എനിക്ക് മനസ്സിലായി പാസ്റ്ററെ, പക്ഷെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ മനസ്സിലായേ, എൻ്റെ കുഞ്ഞവിടെ വിസയില്ലാതെ ആമേൻ സ്തോത്രം പെട്ട് കിടക്കുകയായിരുന്നു. കർത്താവിന് സ്തോത്രം. നീ അറിയുന്നതിന് മുമ്പേ, നിന്നോട് നിന്റെ കുഞ്ഞു കാര്യം വിളിച്ചു പറയുന്നതിന് മുമ്പേ അവന്റെ വിഷയമോ ഇതിന്റെ അകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെടുന്ന ചിലതിനോട് വിളിച്ചു പറയട്ടെ, അവരുടെ പ്രശ്നം നീ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ, ആമേൻ സ്തോത്രം, അവരെ നീ അറിയുന്നതിന് മുമ്പേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ട്, നിന്റെ ആദരം കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിന്റെ വിഷയത്തിന്റെ മേൽ വിടുതൽ നൽകി തരുവാൻ അവൻ മതിയായവനത്രേ. ഹല്ലേലൂയ. ദൈവത്തോട് പറഞ്ഞാട്ടെ, ഇന്ന് രാത്രി എത്ര പേര് പറയും, കർത്താവേ എന്റെ സ്നേഹം നിനക്ക് മാത്രം, എന്റെ സ്നേഹം നിനക്ക് മാത്രം. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ സ്തോത്രം. അടുത്ത വാക്യം പറയുകയാണ്, അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങള്. കർത്താവിന്റെ സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ എത്ര പേർക്ക് പ്രാപിക്കണം? കർത്താവിന്റെ സ്തോത്രം. നിന്റെ ശബ്ദം പോലും ആമേൻ സ്തോത്രം നീ നെടുവീർപ്പിടുമല്ലോ. അവൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളുണ്ടല്ലോ, അതുപോലും പ്രാർത്ഥനയാക്കി മാറ്റുന്ന ഒരു പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടിയുണ്ട്. ഇന്ന് രാത്രി നീ അറിയേണ്ടത്, നിന്നെ സഹായിക്കുന്ന, നിന്നെ ആമേൻ സ്തോത്രം നിന്റെ സകല കാര്യത്തിനകത്തും നിന്നെ വിടുവിപ്പാൻ മതിയായ പരിശുദ്ധാത്മാവിനെ കുറിച്ചത്രേ. കർത്താവിന്റെ സ്തോത്രം. നമുക്ക് വായിക്കാം എഫെസി ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 30-ാമത്തെ തിരുവചനം. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചാണ്. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തമായിരിക്കുന്ന സാന്നിധ്യം ഇതിന്റെ അകത്ത് അവൻ അലയടിക്കാൻ പോവുക. വായിച്ചാണ്. കർത്താവിന്റെ സ്തോത്രം. വായിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങളുടെ വീണ്ടെടുപ്പിൻ നാളിനായിട്ട് മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. വളരെ ചിലരൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ട് എന്താ അറിയുമ്പോൾ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ പാസ്റ്ററെ എനിക്ക് ഇന്ന് ആമേൻ സ്തോത്രം ഇന്ന കാര്യമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ആട്ടെ എന്ന് പറയാനേ പാവപ്പെട്ട എനിക്ക് പറ്റത്തുള്ളൂ. കർത്താവിന്റെ സ്തോത്രം. നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യുമെന്ന് പറയാനല്ലാതെ ആമേൻ സ്തോത്രം വലിയ ആമേൻ സ്തോത്രം ചാടയൊന്നും വലിയ ബഹളമൊന്നും ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം, അത് കേട്ട് വിഷമിക്കുന്നത് ആമേൻ സ്തോത്രം നിന്റെ ആമേൻ സ്തോത്രം നിന്റെ ദൈവത്തിന്റെ വേലക്കാരനൊന്നുമല്ല. അത് കേട്ട് വിഷമിക്കുന്ന ആമേൻ സ്തോത്രം ഒരു പരിശുദ്ധാത്മാവുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോടുള്ള മറുതലിപ്പിൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു ചുവട് വെക്കുമ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അതിനകത്ത് ദുഃഖിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഈ 2021 ആമേൻ സ്തോത്രം 1-ാമത്തെ ദിവസം ആമേൻ സ്തോത്രം നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളെ ആമേൻ സൂക്ഷിക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസനോട് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ പറഞ്ഞേ. ആമേൻ സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നീ ചെയ്യാതിരിക്കുമ്പോ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നീ ക്ഷമിക്കാതിരിക്കുമ്പോ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ചുരുട്ടിപ്പിടിച്ചത് ഒരു കാരണവശാലും ഞാൻ വിടത്തില്ലെന്ന് പറയുന്ന അവൻ സ്തോത്രം ഒരു മുഷ്ടിപിടുത്തമുണ്ടല്ലോ, അവൻ സ്തോത്രം നീ ദുഃഖിപ്പിക്കുക പരിശുദ്ധാത്മാവിനെ. കർത്താവിൻ സ്തോത്രം. ഈ 2021 1-ാമത്തെ ദിവസം തിരിച്ചറിയേണ്ടത് നമ്മുടെ ദൈവം അവൻ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കൂടെയുണ്ട്. അവന്റെ പേര് ഇമ്മാനുവേൽ എന്ന്. അവൻ സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് അവൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരു പവർ ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാ. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാ. ആമേൻ. പരിശുദ്ധാത്മാവിനോട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറയണം. കർത്താവിന്റെ സ്തോത്രം. രാത്രി കിടക്കാൻ പോകുമ്പോൾ എന്നാ ശരി പരിശുദ്ധാത്മാവേ ഞാൻ കിടക്കുകയാ, നീ നിന്റെ പണി തുടങ്ങിക്കോ എന്ന് പറയണം. അതുപോലൊരു കൂട്ടായ്മ ബന്ധം ഈ 2021 1-ാം ദിവസം തുടങ്ങട്ടെ. ഇന്ന് രാത്രി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മാസ്ക് വെച്ചേക്കല്ലേ, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞുകൊണ്ട് നടക്കണം. ആരും കാണത്തില്ല. ആമേൻ സ്തോത്രം. അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. നിന്റെ കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിന്റെ വചനം പറയുക, യേശു ദൈവമാണെന്ന്, ദൈവപുത്രനാണെന്ന് പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ആർക്കും പറയുവാൻ സാധ്യമല്ല. ഇന്ന് രാത്രി എത്ര പേര് പറയും, യേശുവേ നീ ദൈവപുത്രനാ, യേശുവേ നീ ദൈവമാ, യേശുവേ നീ എൻ്റെ രക്ഷകനാ
എന്ന് പറയുവാൻ നിന്റെ ഹൃദയത്തിനകത്ത് ആമേൻ സ്തോത്രം തോന്നിപ്പിക്കുന്നത് ആരാണെന്ന് അറിയാമോ? അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഇന്ന് രാത്രി ഹല്ലേലൂയ നീ ശ്രദ്ധിച്ചു കേട്ടോ. ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കത്തില്ല എന്ന് ഈ 2021 ഒന്നാം ദിവസം തീരുമാനിച്ചാട്ട്. ഒരു വാക്യം കൂടി വായിച്ചാട്ട് കർത്താവിന്റെ സ്തോത്രം. 16-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തി 16-6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. പരിശുദ്ധാത്മാവിനൊരു തീരുമാനമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ശ്രദ്ധിച്ചു കേട്ടോ, നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെ ഈ 2021 ഒന്നാം ദിവസം വരെ നമ്മൾ തീരുമാനിച്ചു അല്ലേ? കർത്താവിന്റെ സ്തോത്രം അല്ലേ? ഞാൻ തീരുമാനിച്ചു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഇന്ന മാരിയൊക്കെ ചെയ്യാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞോണം, നിന്റെ തീരുമാനം ആമേൻ സ്തോത്രം ഇനി മേലിൽ വേണ്ട. എന്റെ പരിശുദ്ധാത്മാവ് തീരുമാനിച്ചാൽ മതി. എത്ര പേര് പറയും പരിശുദ്ധാത്മാവ് തീരുമാനിച്ചാൽ മതി? പരിശുദ്ധാത്മാവ് ഒരു വില്ലുള്ള മനുഷ്യന്, വില്ലുള്ള ദൈവമാണ്, ഒരു തീരുമാനമുള്ള ദൈവം. 4 മുതൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16 വേഴ്സ് നമ്പർ 6 onwards കർത്താവിന്റെ സ്തോത്രം. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് വിലക്കി. ഈ 2021 ആമേൻ സ്തോത്രം അതിന്റെ 1-ാമത്തെ ദിവസം ആമേൻ സ്തോത്രം ചിലത് നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധ വച്ച് കേൾക്കണം. കർത്താവിന്റെ സ്തോത്രം. അവൻ വിലക്കുവാൻ സാധിക്കുന്ന ദൈവമാ, അവൻ തടയുന്ന ദൈവമാ, വേണ്ടെന്ന് പറയുന്ന ദൈവമാ, അരുതെന്ന് പറയുന്ന ദൈവമാ. കർത്താവിന്റെ സ്തോത്രം. അവൻ അങ്ങനെ പറയുമ്പോൾ അവൻ സ്തോത്രം നീ ചെയ്താൽ എന്ത് സംഭവിക്കും അറിയാമോ? അവൻ നമ്മൾ ആദ്യം വായിച്ച വാക്യം പോലെ അവന്റെ ഹൃദയം ദുഃഖിപ്പിക്കാനിടയാകും. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവം നിന്നെ വിളിച്ചത് ആമേൻ സ്തോത്രം ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടാനല്ല. ഇന്ന് രാത്രി കർത്താവ് നിനക്കൊരു സഹായകനെ തന്നിട്ടുണ്ട്. യേശു പറയുകയാ ആമേൻ സ്തോത്രം, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. എന്താണെന്നറിയാമോ? ആകെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ പറഞ്ഞ ഒരു മാനേജർ നമുക്കുണ്ടെങ്കിൽ എത്ര സുഖമാണ് അല്ലേ? കർത്താവിന്റെ സ്തോത്രം അല്ലേ? ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാൻ ഒത്തിരി സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു. കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയുമ്പോൾ അവൻ സ്തോത്രം കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു പോകുമായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്. കാര്യസ്ഥൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്, നിന്റെ ബലഹീനതകൾ തുണ നിൽക്കുന്ന ദൈവമാണ്. അവൻ സ്തോത്രം ഈ 2021 ഒരു ദിവസം പോലും പിശാചിനെ ജയിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഒരു ആമേൻ പറയാമോ? അവൻ പിശാചിനെ ജയിക്കാൻ സമ്മതിക്കാതിരിക്കണമെങ്കിൽ അവൻ സ്തോത്രം നമ്മൾ അറിയേണ്ടത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്, അവന്റെ സ്വഭാവത്തെ കുറിച്ചാണ്. അവൻ നിന്റെ ബലഹീനതയിൽ നിന്നെ തള്ളിയിടുന്ന അവൻ സ്തോത്രം മനുഷ്യന്മാരുടെ സ്വഭാവമല്ല. അവൻ നിന്റെ ബലഹീനതയിൽ തുണ നിൽക്കുന്നവനാ. ഒരു വീഴ്ച പറ്റിയാൽ, ഇന്ന് രാത്രി പറയട്ടെ, ഒരു വീഴ്ച പറ്റിയാൽ അവൻ സ്തോത്രം ദൈവ തിരുസന്നിധിയിൽ കരയുന്ന വർഷമായിരിക്കണം 2021. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അരുതാത്തത് അവൻ സ്തോത്രം അറിയാതെ പറ്റിപ്പോയപ്പാ എന്ന് അവൻ സ്തോത്രം നിന്റെ ഹൃദയം കേഴുന്നുണ്ട്. അവൻ സ്തോത്രം ഒറ്റയ്ക്ക് കിടന്ന് കരയരുത്. നിന്നെ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനം ആമേൻ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ആമേൻ അപ്പോസ്റ്റൽ പ്രവൃത്തി 8:39 വായിച്ചു. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. കർത്താവിന് സ്തോത്രം. ചേർന്ന് പറഞ്ഞേ, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ ഇതിന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നീ നടക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്ന വർഷമാണ് 2021. ഒത്തിരി പേരൊന്നും വിശ്വസിച്ചില്ല. വിശ്വസിച്ചവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. പ്രിയമുള്ളവരെ, നിന്നോട് പറഞ്ഞിട്ടല്ല ദൈവം സൗഖ്യമാക്കുന്നേ. നീ നടക്കുമ്പോൾ അവിടെ സൗഖ്യമാകും. ഇതിനകത്ത് നഴ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റുപിടിച്ചോ. കർത്താവിന് സ്തോത്രം. ഏറ്റെടുത്തോ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നീ നടക്കുമ്പോൾ അവിടെ സൗഖ്യം വ്യാപരിക്കും. എന്താ കാര്യം എന്നറിയാമോ? ആമേൻ സ്തോത്രം. വായിച്ചാട്ടെ 8 മുതൽ 39 വാക്യം. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ഡൻ അവനെ പിന്നെ കണ്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഷണ്ഡനോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫിലിപ്പോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഞാനിവിടെ നിൽക്കുക. കർത്താവിന്റെ സ്തോത്രം. പെട്ടെന്ന് അവൻ സ്തോത്രം ഹല്ലേലൂയ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് എടുത്തു. ഷണ്ഡൻ പിന്നെ അവനെ കണ്ടില്ല. കേട്ടുകൊണ്ടിരുന്നവരെ അവൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കാണുന്നില്ല.
അവൻ സ്വോത്രം ആരെ എടുത്തോണ്ട് പോയേ? കർത്താവിന് സ്വോത്രം ബെന്നി കാറിൽ പോയതൊന്നുമല്ല. കർത്താവിന് സ്വോത്രം പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോയതാ. ഈ 2021 ഹല്ലേലൂയ ദൈവം നിന്നെ കൊണ്ട് മിറാക്കിൾസ് ആമേൻ സ്തോത്രം ചെയ്യിപ്പിക്കുന്ന ദൈവമാണ്. ആമേൻ സ്തോത്രം. നീ ചെയ്യേണ്ടത് ഒറ്റ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ പരിശുദ്ധാത്മാവുമായുള്ളൊരു കൂട്ടായ്മ, അവന്റെ ശബ്ദത്തിന് കാത് കൊടുക്കുന്ന ഒരു ജീവിതം, അവനെ വിഷമിപ്പിക്കാത്ത ദുഃഖിപ്പിക്കാത്ത ആമേൻ സ്തോത്രം ഒരു വർഷം. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്തു, ഞാൻ പുറത്തിറങ്ങുന്നത് എൻ്റെ പരിശുദ്ധാത്മാവിനോട് കൂടെയായിരിക്കും. ഞാൻ അവന് കൊടുക്കുന്നത് എൻ്റെ ഹൃദയത്തിന്റെ പാതിയല്ല, എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് ബാക്കിയുള്ള ഏതാണ്ടുമല്ല, ഞാൻ അവന് കൊടുക്കുന്നത് എൻ്റെ മുഴുവൻ ഹൃദയവുമാ. ഓ, എല്ലാവരും കരങ്ങളെ ആടിച്ചില്ല. വിശ്വസിക്കുന്നവർ മാത്രം ഈ നദിയിൽ നീന്തിയാട്ട്. ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അവൻ 26-ാമത്തെ തിരുവചനം പറയുകയാണ്. ആമേൻ സ്തോത്രം. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? പരിശുദ്ധ ആത്മാവ് വരുമ്പോൾ ആമേൻ സ്തോത്രം എന്ത് സംഭവിക്കും? ആമേൻ സ്തോത്രം. വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. 14:26. കർത്താവിന് സ്തോത്രം. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ആമേൻ സ്തോത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. എത്ര പേർക്ക് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ആവശ്യമുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഡിറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. കർത്താവിന്റെ സ്തോത്രം. അവൻ നമ്മെ നടത്താൻ പോവുകയാണ്. കർത്താവിന്റെ സ്തോത്രം. നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ റൈറ്റിലേക്ക് തിരിയാൻ പറയും, അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞോണം. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. തിരിഞ്ഞു പോകാൻ പറയും, അപ്പൊ തന്നെ പോയിക്കോണം, പിന്നെ അവിടെ നിൽക്കരുത് കേട്ടോ. കർത്താവിന് സ്തോത്രം. ഇപ്പൊ തന്നെ പോകാൻ പറയും, അപ്പൊ തന്നെ പോയിക്കോണം കേട്ടോ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്തു, ഞാൻ സ്റ്റെപ്പ് വെക്കാൻ പോകുന്നത് എൻ്റെ ഹൃദയത്തെ ഞാൻ വിശ്വസിക്കത്തില്ല. ആമേൻ സ്തോത്രം. ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് നടക്കും. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ചെറുതുമായിട്ട് പരിശുദ്ധാത്മാവ് ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരിക. ആമേൻ സ്തോത്രം. എത്ര പേർക്ക് ആവശ്യമുണ്ട് ഈ പരിശുദ്ധാത്മാവിനെ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7:37. അപ്പോൾ കൊയർ മുന്നോട്ട് കടന്നു വരും. ആമേൻ സ്തോത്രം. പാട്ടുകൾ പാടും. കർത്താവിന്റെ സ്തോത്രം. ആമേൻ 7:37. ആമേൻ. യേശു വിളിച്ചു പറയുകയാണ്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. യേശു വിളിച്ചു പറയുകയാണ്, ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ, അവൻ മഹാദിനമായിരിക്കുന്ന ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന, പറഞ്ഞ ദാഹിക്കുന്ന, എല്ലാവരും പറഞ്ഞില്ല, ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് കുടിപ്പിൻ, എന്റെ അടുക്കൽ വന്ന് കുടിപ്പിൻ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുക 38 പെട്ടെന്ന് വായിച്ചു, പെട്ടെന്ന്. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ തുടങ്ങും. ആമേൻ എന്ന് വിളിച്ചു പറഞ്ഞു. അടുത്ത വാക്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് നിറയുകയാ. ആമേൻ. വായിച്ചു. ആമേൻ. അതവൻ തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചത്രേ പറഞ്ഞത്. ചേർന്നൊരു സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ പരിശുദ്ധാത്മാവിനെ വേണം? എന്നോട് സംസാരിക്കുന്ന, എന്റെ സ്റ്റെപ്പിനെ നിയന്ത്രിക്കുന്ന, എന്നോട് അങ്ങോട്ട് പോകരുതെന്ന് പറയുന്ന, ആസിയിൽ വചനം പ്രസംഗിക്കാൻ പോകരുതെന്ന് പറഞ്ഞ് വിലക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എത്ര പേർക്ക് നിന്റെ ജീവിതത്തിൽ ആവശ്യമുണ്ട്? അവർ ദൈവസന്നിധിയിൽ ചാടി എഴുന്നേറ്റിട്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുക, ദാഹിക്കുന്ന. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് കുടിപ്പീൻ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ ലഭിപ്പാൻ, ശ്രദ്ധിച്ചു കേട്ടോ, ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? എല്ലാവരും കേട്ടില്ല. ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്താൽ മതി. വലിയ ദാഹത്തോടെ, വലിയ വാഞ്ചയോടെ അത് കൊടുക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് നസ്രയനായിരിക്കുന്ന യേശു കർത്താവ്. ദൈവത്തിന്റെ വചനം പറയുക, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന്
ഇന്ന് രാത്രി വിശ്വസിക്കാൻ ഇതിന്റെ അകത്തുണ്ടോ? എത്ര പേര് യേശുവിനെ വിശ്വസിക്കാം? എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന് സ്തോത്രം. എത്ര പേര് യേശുവിനെ വിശ്വസിക്കും? ഈ 2021 ഒന്നാമത്തെ ദിവസം ഹല്ലേലൂയ യേശു വിളിച്ചു പറയുക, ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ, എത്ര പേർക്ക് ഈ പരിശുദ്ധ ആത്മാവുമായിട്ട് കൂട്ടായ്മ വേണം? അവൻ ഹൃദയം കൊണ്ട് വാഞ്ചിക്കുന്ന നിന്നെ നോക്കി വിളിച്ചു പറയുക, ദാഹിക്കുന്ന നീ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശു നിന്നെ വിളിക്കുകയാ. യേശു നിന്നെ വിളിക്കുകയാ. യേശു നിന്നെ വിളിക്കുക. ഇന്ന് രാത്രി അവൻ സ്വതന്ത്രം നിന്നെ പരിശുദ്ധാത്മാവിനെ നൽകി തന്ന്, നിന്റെ പരിശുദ്ധാത്മാവിന്റെ നദിക്കകത്തിന് നിന്നെ മൂക്കുന്ന അവൻ സ്വതന്ത്രം ഒരുവനുണ്ട്. അവന്റെ പേരാണ് യേശു കർത്താവ്. ഇന്ന് രാത്രി യേശുവിൽ നീ വിശ്വസിക്കുമെങ്കിൽ ഈ 2021 ഒന്നാമത്തെ ദിവസം, എന്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ച്, എനിക്ക് വേണ്ടി അടക്കപ്പെട്ട്, മൂന്നാമത്തെ നാളിൽ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകി തരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ ഇന്ന് രാത്രിയിൽ കേട്ടു. വലിയ വാഞ്ചയോടെ ഞാൻ നിന്റെ അടുക്കലേക്ക് ഓടി വരികയാ. കരങ്ങളെ അടിച്ച് എന്റെ യേശുവേ. എത്ര പേര് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും? ജീവജലത്തിന്റെ നദി ഒഴുകുകയാ. The river of life, the river of life, the Holy Spirit river is flowing. നിന്നെ എടുത്തുകൊണ്ട് പോകുന്ന, ഷാണ്ടനെ എടുത്തുകൊണ്ട് പോയ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞേ, നിന്റെ സാന്നിധ്യം എനിക്ക് വേണം. ഞാൻ ഇതിനെ വിട്ടു പോകുന്നതിന് മുമ്പ് നിന്റെ സാന്നിധ്യം എന്റെ ശരീരത്തിൽ വേണം. ഹല്ലേലൂയ. അന്യ ഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. കർത്താവേ, എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോ നീ എന്റെ കരം പിടിച്ചിരിക്കുന്നത്, നീ എന്റെ ശരീരത്തെ ചേർത്ത് പിടിക്കുന്നത് എനിക്ക് അനുഭവിക്കണം. I want to know you more. Hallelujah. The tangible presence of the Holy Spirit. പരിശുദ്ധാത്മാവേ, നിന്റെ ശക്തമായിരിക്കുന്ന സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞാട്ടെ, നിൻ സാന്നിധ്യം മതി, നീയാണ് ശക്തിയും എൻ വിശ്വാസം നീയേ. പോയ നാളുകള് കൂടെ ഇരുന്നവൻ ഇന്നും എന്നരികിൽ, എൻ കൂടെ നീയുണ്ട്. ഒരു കാലമെല്ലാം ഞാൻ നിൻ കൂടെ. ഉയർന്നവരും നിഴലിലും നീ മാത്രമാണ് പാറ. അലകളിലും തിരകളിലും കാണുന്നു നിൻ പാദങ്ങൾ. ഉയർന്നു വരൂ തിരകളിലും നീ മാത്രമാണെൻ പാറ. അലകളിലും തിരകളിലും കാണുന്നു നിൻ പാദങ്ങൾ. രോഗക്കിടക്കയെ എഴുന്നേൽക്ക എന്ന് ചൊല്ലി യഹോവ രാഫ, സൗഖ്യദായകൻ നീയേ. രോഗക്കിടക്കയെ എഴുന്നേൽക്ക എന്ന് ചൊല്ലി യഹോവ രാഫ, സൗഖ്യദായകൻ നീയേ. പോയ നാളുകളിൽ എൻ കൂടെ ഇരുന്നവൻ ഇന്നും എന്നരികിൽ, എൻ കൂടെ നീയുണ്ട്. വരും കാലമെല്ലാം ഞാൻ നിൻ കൂടെ. ഉയർന്നു വരൂ തിരകളിലും നീ മാത്രമാണെൻ പാറ. അലകളിലും
വ്യാധിയെ നീ എന്മേൽ വാഴാതെ എന്നെ ഈ 2021 ഒന്നാമത്തെ ദിവസം എന്നോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. എനിക്കൊരു വർഷത്തേക്ക് വേണ്ടിയ വചനത്തെ ഇന്ന് പകൽക്കാലം ഞാൻ കേട്ടു. കർത്താവിന്റെ സ്തോത്രം. ഒരു റേമ വചനം. ദൈവത്തിന്റെ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ സ്തോത്രം, അത് ലോഗോസ് റേമ, രണ്ട് കാര്യങ്ങളാണ്. വാക്ക് മറ്റൊന്ന് അവൻ സ്തോത്രം പൊതുവിൽ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. പത്രോസ് കേട്ടത് അവൻ സ്തോത്രം കം എന്ന് പറഞ്ഞ് കേട്ടത് അവൻ സ്തോത്രം അവനോടുള്ള സ്പോക്കൺ വേർഡ് ഓഫ് ഗോഡ്. അവൻ സ്തോത്രം അവന് വേണ്ടി അയച്ച വേർഡ്. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. കൊയർ പാട്ട് പാടും. അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഈ വർഷത്തേക്ക് വേണ്ടി വചനത്തെ തരണമേ എന്ന്. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ ഇവിടെയുള്ള അഷേഴ്സ് ആമേൻ സ്തോത്രം നിങ്ങൾക്കൊരു വചനം കൊണ്ടുതരും. കർത്താവിന്റെ സ്തോത്രം. നിങ്ങളുടെ ആമേൻ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടായിരിക്കും. കർത്താവിന്റെ സ്തോത്രം. പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ സ്തോത്രം. കൊയർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളോടുള്ള റേമ വേർഡ്, ആമേൻ സ്തോത്രം, പത്രോസ് കേട്ടതുപോലുള്ള വാക്ക് എനിക്ക് വേണ്ടി സ്പെസിഫിക്കലി ഫോർ മീ കർത്താവ് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. അപ്പോൾ തന്നെ ആമേൻ അഷേഴ്സ് നിങ്ങൾക്ക് വചനം തരും. ആ വചനം നിങ്ങളുടെ ജീവിതത്തോടുള്ള വാക്കായി മാറും. കർത്താവിന്റെ സ്തോത്രം. പാടിയാട്ടെ. മാത്രമാണെൻ പറ അലകളിലോ തിരകളിലോ കാണുന്നു നിൻ പാദങ്ങൾ ഉയർന്നു വരൂ തിരകളിലോ നീ മാത്രമാണെൻ പറ അലകളിലോ തിരകളിലോ കാണുന്നു നിൻ പാദങ്ങൾ കൊടുങ്കാറ്റിൻ മധ്യയിൽ നിൻ സാന്നിധ്യം മതി ശക്തിയോ എൻ വിശ്വാസവും നീയേ കാറ്റിൻ മധ്യയിൽ നീ സാന്നിധ്യം മതി നീയാണ് ശക്തിയോ എൻ വിശ്വാസവും നീയേ പോയ നാളുകളിൽ എൻ കൂടെ ഇരുന്നവൻ ഇന്നും എന്നരികിൽ എൻ കൂടെ നീയുണ്ട്. ഒരു കാലമെല്ലാം ഞാൻ നിൻ കൂടെ ഉയർന്നു വരൂ തിരകളിലോ നീ മാത്രമാണെൻ പറ അലകളിലോ തിരകളിലോ നിൻ പാദങ്ങൾ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ പാദപീഠം അടിയങ്ങൾ കടന്നു വരുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഇതുവരെ നീടങ്ങളെ കരുതി അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലം നീടങ്ങളെ കരുതിയ കർത്താവ്. ഹല്ലേലൂയ. ഈ 2021 ആദ്യ ഭാഗത്തെ കളികൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ഇന്നത്തെ രാത്രികാലം അടിയങ്ങൾക്ക് ആരാധിപ്പാൻ, അങ്ങയെ ബോധപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ തക്കവണ്ണം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാള് ഹല്ലേലൂയ ആദ്യ പിതാക്കന്മാർ നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചതുപോലെ ഇന്നത്തെ പൽക്കാലവും സന്ധ്യാസമയം അങ്ങേ ആരാധിപ്പാൻ, ബോധപ്പെടുത്തുവാൻ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ കൃപ ചെയ്തതിനാൽ ഞങ്ങൾ നന്ദി ഉയർന്ന ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നീ അടിയങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് കർത്താവേ. കഴിഞ്ഞ നാളുകളൊക്കെ നീ അടിയങ്ങളെ വഴി നടത്തിയതായ എല്ലാ വിധങ്ങളെ ഓർക്കുവാനും
സ്തോത്രം ചെയ്യുവാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്നത്തെ പൽക്കാലം മോചപ്പെടുത്തുവാനും കർത്താവേ നീ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. കർത്താവേ അടിയങ്ങൾക്ക് പാടുവാൻ പാട്ടിനെ തന്നതിനായി സ്തോത്രം. പ്രാർത്ഥിപ്പാൻ അടിയങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. നിന്റെ കരങ്ങളിൽ അടിയങ്ങൾ താടിരിപ്പാൻ തക്കവണ്ണം കർത്താവോട് നെടിയാക്കിയനായി സ്തോത്രം. കർത്താവേ ഇന്നത്തെ പൽക്കാലം നടന്നതായ സ്നാന ശുശ്രൂഷയിലൊക്കെയും അങ്ങയുടെ വലിയ കരം പകർന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ ഈ ആണ്ടിന്റെ ആദ്യത്തെ ദിവസം, ആദ്യത്തെ ഹല്ലേലൂയ ദിവസം കർത്താവേ തന്നെ കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ചിലർക്ക് ജലത്തിൽ സാക്ഷിക്കുവാൻ അങ്ങ് അവസരമൊരുക്കിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ അതിന്റെ പ്രാരംഭം കുറിച്ചിരിക്കുകയാണ്. ഈ ഒരു വർഷക്കാലം അവസാനിക്കുന്നതിന് മുമ്പായി കർത്താവെ അനേകർ കർത്താവെ അങ്ങേ ജലത്തിൽ സാക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ അങ്ങോട്ട് ചേരുവാൻ കർത്താവ് അവിടുന്ന് പിന്നെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെക്കാളുപരിയായി ഹല്ലേലൂയ ഈ വർഷം അവസാനം കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തില് വലിയ വിടുതലും അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സഭയായി അടിയങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇന്നത്തെ രാത്രികാലം അതിനെ ശുശ്രൂഷിച്ച നിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ ദാസനെ കുടുംബമായി ഇവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിൽ പുതിയ കൃപ, പുതിയ ബലം, പുതിയ ആരോഗ്യം കർത്താവെ കൊടുത്ത് നിന്റെ മകനെ ഐശ്വര്യമായി വഴി നടത്തേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്നത്തെ രാത്രികാലം അടിയങ്ങളോട് സമ്പാദിച്ചതായ ദൈവവചനങ്ങൾക്കായി അടിയങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തുമെന്നുള്ളതായ അങ്ങയുടെ വാഗ്ദത്തം അടിയങ്ങൾ കൂടെ നിറവേറുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങയെ വിട്ട് അടിയങ്ങൾക്ക് ഒരു സ്ഥലത്തും പോകുവാനായി കഴിയുകയില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുക എന്നുള്ളതായി ഇമ്പമാർന്ന ശബ്ദം ഓരോ ദിവസവും നീ അടിയങ്ങളെ കേൾപ്പിച്ച് നിന്റെ ആത്മാവിനാൽ അടിയങ്ങളെ വഴി നടത്തുന്ന നിങ്ങളുടെ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരട്ടെ. ഇച്ഛിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇന്നത്തെ രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ വലിയ നദി അടിയങ്ങളുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഈ 2021 ഒഴുകുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് കൃപ ചെയ്യേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരുവാൻ, പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ അടിയങ്ങളെ നയിക്കപ്പെടുന്നവരായി തീരുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു ശുഭ്രയും നിഷ്കളങ്കയുമായ ഒരു കുഞ്ഞാടിന്റെ സഹോദര രക്തത്താൽ കഴുകപ്പെട്ട ഒരു സഭയായി കർത്താവെ അങ്ങയുടെ നാമത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ നിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അനേകർ കർത്താവെ ഈ ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് ഹല്ലേലൂയ അങ്ങേ ആരാധിക്കുന്ന സുദിനം ഹല്ലേലൂയ വിദൂരമല്ല എന്നടിയങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ നിന്റെ ആത്മാവിനാൽ അടിയങ്ങളെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ അത്ഭുതത്തിന്റെ വഴികളെ തുറന്ന് പിന്നെയും സഹായിക്കണമേ. ദൈവകൃപയാൽ അടിയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നല്ല ഹല്ലേലൂയ അനുഗ്രഹങ്ങൾക്കും ആശീർവാദങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അടിയങ്ങളെ കർത്താവ് അടിയങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യമായി നിന്റെ കൃപ പറഞ്ഞ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ രാത്രികാലം അടിയങ്ങളെ പരിപാലിച്ച് സൂക്ഷിച്ചതിനായി സ്തോത്രം. കർത്താവെ ആദ്യോടൊന്നും അങ്ങയുടെ കൃപ പറഞ്ഞ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അടിയങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന തിരുസാരിനെ കൂടെ ഉണ്ടാരും സഹായിച്ച് ദൈവകൃപയിൽ അടിയങ്ങളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കൃപ അടിയങ്ങളെ മേൽ പറഞ്ഞ് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ട അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. മാനവമൊത്തം അങ്ങയ്ക്ക് തന്നെ തരുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആശീർവാദത്തിനായി ഒരുങ്ങാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ലോകമെമ്പാടുള്ള എല്ലാ വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ, വേഗം വരണമേ. ദൈവത്തിന് സ്തോത്രം. സമാധാനത്തോടെ നമുക്ക് കടന്നു പോകാം. ദൈവം പിന്നെയും നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.